പാലക്കാട് പട്ടാമ്പിയിൽ നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഡ്രൈവർ ചായ കുടിക്കാൻ പോയ തക്കം നോക്കിയായിരുന്നു ആനയുടെ ഈ പരിപാടി. ആനയെ ശാന്തനാക്കാൻ ശ്രമം തുടർന്നു. ഇപ്പോൾ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു. ഇറങ്ങി ഓടി ആനയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ദൃശ്യത്തിൽ കാണുന്ന ആന അതാണ്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു ആനയുടെ വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്, പറയൂ. ആന ലോറിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം ഓടിയോ, അതോ പെട്ടെന്ന് തന്നെ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇല്ല, വളരെ കുറച്ചധികം ദൂരം ഈ ആന ഓടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ആശങ്ക ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ആനയെ ഇതിനോടകം തന്നെ ശാന്തനാക്കി കഴിഞ്ഞു. ഇവിടെ തളച്ചു കഴിഞ്ഞു. ഒരു അമ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിനോട് ചേർന്ന്, ഞങ്ങളിപ്പോൾ ഒരു വീടിന് മുകളിലാണ് കയറി നിൽക്കുന്നത്. ആ ഭാഗത്ത് ആന ഇതിനോടകം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശാന്തനാക്കി കഴിഞ്ഞു. പക്ഷേ ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരം ഇത് ഓടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പാപ്പാൻ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ജനവാസ മേഖലയിലെത്തി അതിനെ തളയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു തമിഴ്നാട് സ്വദേശി ഇതുമായി ബന്ധപ്പെട്ട് ചവിട്ടേറ്റിട്ടുണ്ട്. ആട് മേയ്ക്കാൻ പോയ ആൾക്കാണ് ചവിട്ടേറ്റത്. 2 പശുക്കളെയും ഒരാടിനെയും ചവിട്ടി കൊന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നിലവിൽ ഇപ്പോൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഒരു ജനവാസ മേഖലയിൽ തന്നെയാണ്, വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ആനയെ ഇപ്പോൾ ശാന്തനാക്കി നിർത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ ചോദിച്ച് തൊഴുത്ത് പൊളിച്ചിട്ട് ലൈവ് എടുത്തോളൂ. അപ്പുറത്തെ വീടിന്റെ ഭാഗത്ത് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് കണ്ടത്? ഇതന്നെ ഇങ്ങനെ ചാടി ഓടുക തന്നെ, അതന്നെ കാണുന്നത്. പിന്നെ വേറെ എന്ത് കാണുന്നത്? ഏത് ഭാഗത്തൂടെ വന്നത്? അത് ആ ഭാഗത്തൂടെയാണ് തോന്നുന്നു വന്നിരിക്കുന്നത്, കനാലിൻ്റെ ആ ഭാഗത്തൂടെ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് മുളഞ്ഞാണ്. പിന്നെ ഇവിടെ കിടന്നതാ ഇതന്നെ. പിന്നെ അങ്ങനെ പോയി ഇതാ അമ്മൂച്ചി ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ ഒരു തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ പോയി ആ തൊഴുത്തിനെ തട്ടി അതിൽ മാട് അഴിഞ്ഞു പോയി. അത് മാട്ടിൻ്റെ ഒരു കാല് പോയിട്ടുണ്ട്. ഒരു മാട്ടുകുട്ടി, ചെറിയ എത്രയുള്ള മാട്ടുകുട്ടിയില്ല, അത് ചാവുകയും ചെയ്തു. ഏതൊരു തമിഴ്നാട് സ്വദേശിയെ ചവിട്ടിയത് എവിടെ വെച്ചിട്ടാണ്? ഇവിടെ അതാ അവിടെയാണ്, ഇവിടെയല്ല. ഇതിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഇപ്പൊ എത്ര ദൂരം ഉണ്ടാവും? അവിടെ നിന്നൊക്കെ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഉണ്ടാവും. ബൈ റോഡ് ആവുമ്പോ 8 വടക്കമുറിയെന്നാണ്. 4-5 കിലോമീറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. റൂട്ട് കറക്റ്റ് എങ്ങനെയാണ് ഇപ്പൊ അദ്ദേഹം ചായ കുടിക്കാൻ നിർത്തിയത്? വടക്കൻമുറി പമ്പിൻ്റെ അടിയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എന്തോ സൗണ്ട് കേട്ട് ആന ഇറങ്ങി ഓടി വന്നതെന്ന് പറയുന്നതായിട്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരാളുടെ മാടിൻ്റെ തൊഴുത്ത് പൊളിച്ചിട്ടുണ്ട്. ഒരു മാട്ടുകുട്ടി ചത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ആ ഒരു തൊഴുത്ത് നന്നായി ഡാമേജ് ആയിട്ട് ഒരു മാട്ടിൻ്റെ കാല് മൊത്തം പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് തളച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഓടി വന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഇല്ല, അവർ ആ വീട്ടിലുള്ള ആൾ വന്നിട്ട് പാലെടുക്കാൻ വേണ്ടി പോയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള തന്നെ അവർ പാലെടുക്കാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ നിറയെ പന്നികളുണ്ട്. പന്നിയാണെന്നാണ് അവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ പക്ഷെ നന്നായി ഡാമേജ് ആയിട്ട് മാട്ടുകുട്ടി ചത്തിട്ടുണ്ട്. എന്തായാലും അതിനെ ഇപ്പോൾ ഇവിടുന്ന് സുരക്ഷിതനായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന ഇപ്പോൾ തളച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടുന്ന് ശാന്തനായി തന്നെ തിരികെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി രൂപപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആളുകൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. കാരണം ഇതൊരു ജനവാസ മേഖല, വീടുകളുള്ള പ്രദേശമാണ്. നമുക്കൊപ്പം ചേർന്നത്